ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിലേ, ഐ പ്രോമിസ് യു നിങ്ങളുടെ ഒരു ഡേ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ സാധിക്കും. നമ്മളുടെ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആവുന്നത് ആ ദിവസത്തിലല്ല. അതിൻ്റെ മുമ്പത്തെ ദിവസം, അതിൻ്റെ തലേ ദിവസം രാത്രി നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നതിനെ ഹെവിലി ഡിപ്പെൻഡൻ്റ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കിടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് 2 to 3 hours മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക. അത് നമ്മളുടെ സ്ലീപ്പ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും അതിലൂടെ രാവിലെ നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ട് നമുക്ക് കൂടുതൽ എനർജറ്റിക് ആയിട്ട് എഴുന്നേൽക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 7 to 8 hours എങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ കൂടുതലായിട്ട് രാത്രി സ്പെൻഡ് ചെയ്യാതെ രാത്രി ഒരു 10-10:30 അല്ലെങ്കിൽ മാക്സിമം ഒരു 11 മണിക്കെങ്കിലും നമ്മൾ വിൻഡോ ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഒരു 8 hours 7 to 8 hours കണ്ടിന്യൂസ് ആയിട്ട് ഡീപ്പ് സ്ലീപ്പ്. ആ സമയത്താണ് നമ്മളുടെ ബ്രെയിന് അതേപോലെ നമ്മുടെ ബോഡി ഫങ്ഷൻസ് എല്ലാം അതിനെല്ലാം റിപ്പയർ ചെയ്തിട്ട് പുതിയതാക്കി മാറ്റുന്നത്, എനർജറ്റിക് ആക്കി മാറ്റുന്നത് ആ സമയത്താണ്. അപ്പോൾ അതിന് ആ ഒരു നമ്മുടെ ബോഡിക്ക് ആ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു 7 to 8 hours ഓഫ് ക്വാളിറ്റി സ്ലീപ്പ് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. നമുക്ക് ആ ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കണം അല്ലേ? ഇത് കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ബോഡിയെ ആ ഒരു ഫങ്ഷനിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തികൾ ചെയ്യണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഉറങ്ങുന്നതിന് ഒരു 30 minutes to 1 hour മുമ്പെങ്കിലും നമ്മൾ ഫോണ് അതേപോലെ ബ്ലൂ സ്ക്രീനുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പുസ്തകം വായിക്കുകയോ സംസാരിച്ചിരിക്കുകയോ ഒക്കെ ചെയ്യാം. പരമാവധി ബ്ലൂ സ്ക്രീൻ ഫോൺ ഉപയോഗിക്കുന്നത് ആ ഒരു അറ്റ്ലീസ്റ്റ് 30 minutes to 1 hour മുമ്പെങ്കിലും നമ്മൾ നിർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ കാര്യം എങ്ങനെ ഡിസിഷൻ ഫാറ്റീഗ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു രാവിലെ എണീക്കുമ്പോഴേക്കും നമുക്കൊരു കൃത്യമായ പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇന്ന് എന്താണ് എനിക്ക് ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക, ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക. ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിലൂടെ നമ്മളുടെ ദിവസത്തെ കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്കത് ജസ്റ്റ് എടുത്തിട്ട് അത് നോക്കി ചെയ്താൽ മാത്രം മതി. രാവിലെ ആലോചിച്ചിട്ട് ഇന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് നമ്മളുടെ ബ്രെയിനിന് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്ട്രെസ്സ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും നമ്മൾ പകുതി വഴിയിൽ ഇട്ടിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു മുൻകൂട്ടി പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എഴുന്നേറ്റ ഉടനെയുള്ള ആ ഒരു മണിക്കൂറുണ്ടല്ലോ, ഫസ്റ്റ് അവർ. ആ ഒരു ഫസ്റ്റ് അവറിൽ പരമാവധി സോഷ്യൽ മീഡിയ ഒഴിവാക്കുക. കാരണം സോഷ്യൽ മീഡിയ നമുക്ക് പല ഇമോഷൻസ് ആണ് തരുന്നത്. ചിലപ്പോൾ നമുക്ക് ഡോപ്പമിൻ ഹൈക്ക് തരും, സന്തോഷം തരും. ചിലപ്പോൾ നമുക്ക് ഭയങ്കര നെഗറ്റീവ് ന്യൂസ് ഒക്കെയാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നതെങ്കിൽ നമ്മളെ നെഗറ്റീവ് ആക്കും മൈൻഡിനെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു മണിക്കൂറിന് നമ്മൾ സ്വന്തമാക്കുക. ആ സമയത്ത് ഫോണോ ജോലിപരമായി ബന്ധപ്പെട്ട വാട്സാപ്പ് മെസ്സേജുകളോ ഇമെയിലുകളോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ആ ഒരു ഫസ്റ്റ് അവർ നമുക്ക് പ്രാർത്ഥിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം, നമ്മുടെ എക്സസൈസുകൾ ചെയ്യാം. ഈ ഒരു കാര്യത്തിനായി മാത്രം മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഈ ഒരു 5 കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത ദിവസത്തെ പ്രൊഡക്റ്റീവ് ആക്കി നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത്. ഈ ബേസ് ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ ബിൽഡ് ദിസ് ബേസ്. ഈ ബേസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ദിവസത്തെ പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കും. ആ ഒരു ദിവസം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മോട്ടിവേഷൻ നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ ഡേ വരെ നിലനിൽക്കുകയും ആ എൻഡ് ഓഫ് ദ ഡേ വീണ്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അങ്ങനെ കോമ്പൗണ്ടിങ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. കോമ്പൗണ്ടിങ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ റുട്ടീൻ്റെ ഭാഗമായി മാറുകയും പിന്നീട് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, നമ്മൾ ആ ഒരാളായി മാറുകയും ചെയ്യും. That's it for today. See you all. Bye.